പട്ടി കഴിവട മോനെ, നീ എന്റെ തൊപ്പി ഉറപ്പിക്കല്ലടാ. പാർട്ടിയുടെ യൂത്ത് വിംഗ് ലീഡർ ചെയ്യുന്നതോ കള്ളക്കടത്തും കൊലപാതകവും. നിന്നെയൊക്കെ ആരെ കാണാനാ? റവന്യൂ മന്ത്രി ഗോമതിയമ്മ. എടോ പട്ടരെ, IAS എന്നാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ് ആണ്, അല്ലാതെ ഇന്ത്യൻ അബ്കാരി സർവീസ് അല്ല. സഹദേവൻ, ദാസപ്പൻ, മാത്തുക്കുട്ടി ഇവരൊക്കെ ആരാണെന്ന് തനിക്കറിയാമോ? കോടീശ്വരന്മാരായ അബ്കാരി കോൺട്രാക്ടേഴ്സ് ആണ്. ഇവർ സർക്കാരിന് വരുത്തിവെച്ച ക്രിസ്തു കുടിശ്ശിക്ക് അവധി കൊടുക്കാൻ തനിക്ക് ആരാടോ അധികാരം തന്നത്? എത്ര രൂപ വാങ്ങിയടോ അവരെന്ന് കൈക്കൂലി? മാഡം, അത് പാർട്ടി സെന്ററിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ. എടോ, പാർട്ടി സെന്റർ അല്ല, സ്റ്റേറ്റ് ആണ് ഇവിടെ ഭരിക്കുന്നത്. ആൻഡ് ഐ ആം ദി റവന്യൂ മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ്. മാഡം, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എടുത്തോണ്ട് പോടോ ഇതൊക്കെ. മേലാൽ ഈ മാതിരി ഫയലുകൾ കൊണ്ട് ഇവിടെ വരരുത്. എവിടെയാവ? ദേവേടത്തി വന്നിട്ട് അധിക നേരമായോ? ഒന്ന് വിളിക്കായിരുന്നില്ലേ? വരൂ. എന്താ ദേവേടത്തി പതിവില്ലാതെ? ഇരിക്കൂ. വേണ്ട, എന്റെ മോൻ എവിടെ ഉണ്ടെന്നറിയണം. അത് ഞാൻ, എന്റെ പൊസിഷൻ നിങ്ങൾക്കറിയില്ല. ഐ എം ഹെൽപ്ലെസ്. നിങ്ങൾക്കറിയില്ലേ ഇവന്മാർക്ക് സെന്റിമെന്റ്സ് ഒന്നുമില്ലെന്ന്? നിങ്ങൾക്ക് മകനാണെങ്കിൽ എനിക്കെന്റെ എല്ലാമായിരുന്ന തോമാച്ചനെ അവസാന കാലത്തൊന്ന് കാണാൻ പോലും അനുവദിച്ചിട്ടില്ല. അത് പോട്ടെ, മുഖ്യമന്ത്രിയെ കണ്ടില്ലേ? വീട്ടിൽ പോയിരുന്നു. അനന്തനെ ഒന്ന് കാണാനാണ് അയാൾ പറഞ്ഞത്. പക്ഷെ ഞാൻ... ദേവേടത്തി മടിക്കണ്ട, അനന്തേട്ടനെ ഒന്ന് കണ്ടേക്ക്. പാർട്ടിയുടെ നയസമീപനങ്ങൾക്ക് വിരുദ്ധമായാണ് മുഖ്യമന്ത്രിയുടെ പോക്ക്. പോലീസിൽ മാത്രമല്ല, വനം, റവന്യൂ, മരാമത്ത്, ഇക്കണ്ട ഒരു വകുപ്പിലെയും അഴിമതി അവസാനിപ്പിക്കാൻ അങ്ങോർക്കാവില്ല. ചുമ്മാ ബീഡിയും വലിച്ച് വഷളത്തും പറഞ്ഞ് നടക്കുകയല്ലാതെ ആ നായർക്ക് എന്ത് കഴിയും? ഒരു മുഖ്യമന്ത്രിയാകാൻ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത്? ഇതിന് ഞാനെന്ത് പറയാന്? എന്റെ മകന്റെ കാര്യം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പോലീസിനെ നിയന്ത്രിക്കാതെ കയറൂരി വിട്ടതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. രാഘവേട്ടന്റെ മകൻ എനിക്ക് അന്യനല്ല. ബാലനെ പാർട്ടിയുടെ യൂത്ത് വിംഗ് ലീഡറാക്കിയത് തന്നെ ഞാനാണ്. പോലീസ് അവനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടെത്തും. പക്ഷേ ഈ ജുഡീഷ്യറിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? അവന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കൊലക്കുറ്റമാണ്. കൊല്ലപ്പെട്ട സ്കറിയയുടെ മരണം പ്രതി ബാലചന്ദ്രന്റെ കുത്തേറ്റാണ് സംഭവിച്ചതെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഈ ആക്രമണത്തിൽ ബാലചന്ദ്രനോടൊപ്പം പങ്കെടുത്ത കൂട്ടുപ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാതെ വന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകേടായി വേണം കരുതാൻ. എന്നാലും സ്കറിയയുടെ മരണത്തിനിടയാക്കിയ സംഘട്ടനത്തിൽ പ്രതിയായ ബാലചന്ദ്രനുള്ള പങ്ക് കണക്കിലെടുത്ത് IPC 323, 109, 34 എന്നീ വകുപ്പുകൾ പ്രകാരം ബാലചന്ദ്രന് 5 വർഷത്തെ കഠിന തടവ് നൽകിക്കൊണ്ട് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ശിവൻ, എഴുന്നേക്ക്. കോടതിയിലേക്ക് പോവാൻ സമയമായി. പെട്ടെന്നാവട്ടെ. ഇയാൾ ഇവിടെ എത്തിയല്ലേ? എന്നെ പോലീസിന് ഒറ്റിക്കൊടുത്ത പരമ മാറി. നീ നോക്കിക്കോ.
ബാലേട്ടാ, ആ വരൂ. കോളേജിൽ കുഴപ്പമുണ്ടാക്കിയതിന് ശിവനെ പുറത്താക്കിയെന്ന്. ഞാൻ അറിഞ്ഞു. പിന്നെ അവൻ വീട്ടിൽ വന്നിട്ടില്ല. നാടകത്തിന് പോയതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാനും കഴിഞ്ഞില്ല. ശിവനെ എനിക്കൊന്ന് കാണണം. എവിടെ പോയി അന്വേഷിക്കാനാ? ഒരു യഥാർത്ഥ വിപ്ലവകാരി എന്തും ത്യജിക്കാൻ തയ്യാറാകണം. വീട്, കുടുംബം, വിദ്യാഭ്യാസം തുടങ്ങി അവന്റെ ജീവൻ വരെ. ശിവൻ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇങ്ങോട്ടൊന്ന് വരൂ. നേരത്തെ നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അനിയ, നിന്റെ ഈ പോക്ക് ശരിയല്ല. ഭരണകക്ഷിയുടെ അണിയിൽപ്പെട്ടവർക്ക് അങ്ങനെ തോന്നും. അധികാര മോഹമല്ലാതെ മറ്റു വല്ല ലക്ഷ്യമുണ്ട് നിങ്ങളുടെ പാർട്ടിക്ക്? ജനങ്ങളെ വഞ്ചിച്ച് ആവോളം ചൂഷണം ചെയ്യും. ശിവൻ, പഴയ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പിന്മുറക്കാരായ മൂത്തു നിറച്ച ചില നേതാക്കന്മാരെ വാഴിക്കാൻ വേണ്ടി നിങ്ങൾ വിടുപണി ചെയ്തോളൂ. ഞങ്ങൾ അതിന് കിട്ടില്ല. തറവാട്ടിലേക്കുള്ള പാട്ടവും വാരവും നിലച്ചപ്പോൾ സോഷ്യലിസവും കമ്മ്യൂണിസവും പറഞ്ഞ് പാവങ്ങളെ വീണ്ടും അടിമകളാക്കാൻ വന്ന പെറ്റി ബൂർഷുകളല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ? ആ കടൽ കിഴവന്മാരുടെ മരവിച്ച ബുദ്ധി കടമെടുത്ത് ഞങ്ങളെ ഉപദേശിക്കാൻ വരരുത് പ്ലീസ്. നേതാക്കന്മാരെ ഒന്നും പറയണ്ട. ചുവന്ന പ്രഭാതം രചിച്ച നാടകൃത്തല്ലേ സഖാവെ നിങ്ങൾ? ആ പ്രഭാതം കാണാൻ ഇരുട്ടിനോട് പൊരുതി വരുന്ന യുവാക്കളുടെ വഴി മുടക്കരുത്. ഞങ്ങളുടെയൊക്കെ ഉള്ളിലെ തീ അണയ്ക്കാൻ ശ്രമിക്കരുത്. വെറുതെ തീയിലേക്ക് ആടി സ്വയം നശിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന തത്വം ഒന്ന് തന്നെയാണ്. ലക്ഷ്യവും മാർഗത്തിനേ ഉള്ളൂ വ്യത്യാസം. ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കാൻ ആയുധത്തിന്റെ ആവശ്യമില്ല. നേരെ വരാൻ വാതിൽ തുറന്നിരിക്കുമ്പോ ഓടിളക്കി അകത്തേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇതിനെയാണ് സഖാവെ മുരട്ട് തത്വവാദം എന്ന് പറയുന്നത്. ശിവൻ വരൂ. ശിവൻ, എടാ, നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയുണ്ട്. അവളുടെ കണ്ണീരും വേദനയും കണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വല്ലപ്പോഴും ആ ചേച്ചി ഒന്ന് ഓർക്കണം. ഗോപുരമേടയിൽ നർത്തനമാടാം നോപുരമണിയുമ്പോൾ നീ മണി നോപുരമണിയുമ്പോൾ. ഗുഡ്സ്. അഗസ്റ്റിൻ, കൊള്ളാം, നന്നായിട്ടുണ്ട്. അടുത്ത സോങ് എപ്പോ തരും? അത് മറ്റേ തരാം. പിന്നെ ഇത് കുറച്ചുകൂടെ പാത്തോസ് ആയ നന്നായിരിക്കും. ശരി, നോക്കാം. സുശീലയ്ക്ക് എന്റെ വരികൾ ഇഷ്ടമായോ? വളരെ ഇഷ്ടായി. ആ കഥാപാത്രത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവും. അവൾ ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ബാലേട്ടൻ എന്നെ കണ്ടിട്ട് എഴുതിയതുപോലെ. വളരെ നന്നായിരുന്നു. നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. എവിടെയാണ് ശിവൻ? എനിക്കറിയില്ല. സത്യം പറഞ്ഞ കൊന്നോളാണ് ഞാൻ. എനിക്കറിയില്ല. പോലീസിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കണമെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. മുമ്പ് പുന്നപ്പറയിലും വയലാറിലും വടക്കേ മലബാറിലും നടന്ന വെടിവയ്പും പോലീസ് മർദ്ദനവും പൊക്കി കാണിച്ച് കണ്ണീരൊഴിക്കാണ് ഇവിടെ പലരും ജനനേതാക്കളായത്.
അന്ന് മരിച്ചു വീണവരുടെ ശവക്കല്ലറകൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി അധികാരത്തിൽ വന്നത്. ഇന്ന് അതിലും പൈശാചികമായ ക്രൂരത നടക്കുമ്പോ നോക്കി നിൽക്കുന്നത് ശരിയല്ല. പോലീസുകാരെ വെട്ടിക്കൊല്ലുന്നവർക്ക് കൂട്ടുനിൽക്കണമെന്നാണോ താനീ പറയുന്നത്? വഴിപിഴച്ച ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ ആരും വാദിക്കണ്ട. പിഴച്ചത് ആർക്കാണ് സഖാവേ? ഭരണം കൈയിൽ കിട്ടിയപ്പോ ആ സുഖത്തിൽ ലയിച്ച് പഴയ വിപ്ലവ വീര്യം നശിച്ച് തണുത്തു മരവിച്ചവർക്കല്ലേ. അത് കണ്ട് നിരാശപ്പെട്ട ചിലർ തീവ്രവാദത്തിലേക്ക് എടുത്തു ചാടിയെങ്കിൽ എനിക്കവരെ കുറ്റപ്പെടുത്താനാവില്ല. പറഞ്ഞു സഖാവൻ തീവ്രവാദിയായോ? മാർക്സിസ്റ്റ് തത്വസംഹിതയിൽ കവിഞ്ഞ തീവ്രത ലോകത്തിൽ ഒരു പ്രത്യയശാസ്ത്രത്തിനുമില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ബോംബെറിയുന്നതിനോടും നിരപരാധികളായ പാവങ്ങളെ കൊല്ലുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം. ശിവനെ കിട്ടാഞ്ഞിട്ട് അവന്റെ പെങ്ങളെ പിടിച്ചോണ്ടുപോയി നെറികെട്ട പോലീസ് രീതിയിൽ ചോദ്യം ചെയ്യുന്നതിനെ ഞാൻ എതിർക്കുന്നു. അത് മനസ്സിലായി. സുശീലയോട് തനിക്കുള്ള അടുപ്പത്തിന് പ്രത്യയശാസ്ത്രത്തിന്റെ വ്യാഖ്യാനമൊന്നും വേണ്ട. സഖാവ് അനാവശ്യം പറയരുത്. ഹലോ, ആരെ? ശിവൻകുട്ടിയോ? എവിടെ ഉണ്ട്? നമ്മുടെ ആൾക്കാരില്ലേ എവിടെ? പിടിച്ച് പോലീസിലേപ്പിക്കേ. സഖാവേ, നമ്മളത് ചെയ്യരുത്. നീ വലിയ നക്സലൈറ്റ് ആണല്ലടാ. പോലീസ് എന്നെ പിടിച്ചോട്ടെ, എനിക്ക് വിഷമമില്ല. എല്ലാം ഉപേക്ഷിച്ച് ഞാൻ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു പോകും? അതേ വർഗത്തിൽപ്പെട്ട തൊഴിലാളികൾ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കുന്നതിൽ എനിക്ക് വേദനയുള്ളൂ. നിങ്ങൾ ഈ ചെയ്യുന്നത് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 173 മണ്ഡലങ്ങളിൽ 4 ശിവൻ, നിക്ക്. എനിക്ക് പറയാനുള്ള നീ കേക്ക്. വേണ്ട, എല്ലാം അറിഞ്ഞു. നീ വക്കീലാണ്, സായി ഭക്തനാണ്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. കോളേജിലെ തീവ്രവാദിയും വിപ്ലവാചാര്യനുമായിരുന്ന നീ കഴിഞ്ഞതൊക്കെ നീ മറക്കണം. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതിയാൽ മതി. നമ്മുടെ സ്റ്റുഡന്റ് ലൈഫിൽ നാം കാണിച്ച ഒരു പോക്കരുത്തരം. കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കണമല്ലേ? ലോക്കപ്പിലും ജയിലിലും ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ നിനക്കറിയോ? അടിച്ചു തൊഴിച്ചു അവരെന്നെ രക്തം ഛർദിപ്പിച്ചു. നിലത്ത് തളം കെട്ടി കിടന്ന ചോര നക്കി കുടിപ്പിച്ചു. ഐസ് കെട്ടെ കിടത്തി ശരീരം മരവിപ്പിച്ചു. എല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ കൂടെ നിന്നവരെ വഞ്ചിച്ച പട്ടി. നിർത്ത്. ഞാൻ മാറിയതിനാണ് നീ എന്നെ ശിക്ഷിക്കുന്നതെങ്കിൽ അതുപോലെ വേറെ പലരും ഉണ്ട്. സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണ്ട. ഏതാണ് തെറ്റ്? അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ശരി? ചാരു മജുംദാറോ, പീപ്പിൾസ് വാർ ഗ്രൂപ്പോ, MLO? ഏത് ദളത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? നീ പറ. ഹരി, പഴയ വാഗ്ദത്ത ഭൂമിയായ റഷ്യയിൽ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും ചേർന്ന് ലെനിന്റെ ശവം പോലും മാറ്റുന്നു. തിയനൻമെൻ സ്ക്വയറിൽ മാവോയുടെ ചിത്രം പിച്ചി ചീന്തുന്നു. തകർന്ന ബെർലിൻ മതിലിന്റെ വിടവിലൂടെ കിഴക്കൻ യൂറോപ്പിലേക്ക് ക്യാപിറ്റലിസം ഒഴുകുന്നു. 100 പൂക്കൾ വിരിയിക്കാൻ മനുഷ്യക്കുരുതി കൊടുത്ത് സാംസ്കാരിക വിപ്ലവം നയിച്ച ചെയർമാൻ മാവോയുടെ... ഇനി സംസാരിച്ച നിന്നെ എനിക്ക് കൊല്ലേണ്ടി വരും. നീ സത്യം അറിയണം. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വിശ്വാസം തകർന്നപ്പോ ചെയ്തതൊക്കെ തെറ്റാണെന്ന് തോന്നി. കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ, തലയേറ്റ ഉടൽ, ചോര വാർന്ന് പിടയുന്ന പാവം പോലീസുകാരൻ. മനസമാധാനത്തിന് വേണ്ടി ഞാൻ സായി ഭക്തനായി, ഗാന്ധിയനായി, പിന്നെ ജീവിക്കാൻ വേണ്ടി ഒരു വക്കീലായി, മറ്റു പലതുമായി. അതൊക്കെ തെറ്റാണെങ്കിൽ നിനക്ക് എന്നെ ശിക്ഷിക്കാം. അമ്മ കരയരുത്. ഇവിടെ എന്നെ സമാധാനിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ട അമ്മ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ. നിന്റെ അച്ഛനെ കാണാൻ പലതവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഞാൻ കരഞ്ഞില്ല.
നാടിനു വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ മുമ്പിൽ നിന്നപ്പോ അഭിമാനമായിരുന്നു. പക്ഷെ നീ കള്ളക്കടത്തിനും കൊലപാതകത്തിനും വേണ്ടി. അമ്മേ, ഞാനത് ചെയ്യുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ജനങ്ങൾ, പാർട്ടിയിലെ യൂണിയനിലും പെട്ട സഖാക്കൾ, അവരുടെയൊക്കെ മുമ്പിൽ ഇനി നീ. അമ്മയുടെ ദുഃഖവും കണ്ണീരും കാണുമ്പോൾ എന്റെ വിഷമം കൂടുകയുള്ളൂ. അമ്മ ഇനി ഇങ്ങോട്ട് വരരുത്. കുറ്റവാളിയല്ലെന്ന് തെളിയിക്കാൻ ഞാൻ ഒരിക്കൽ തിരിച്ചു വരും.